ജൂലൈ 5 അല്ലേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്? അപ്പൊ അറിയുന്നവര് വേഗം തന്നെ നമ്മുടെ കോമന്റ് ബോക്സിൽ ഒന്ന് കോമന്റ് ചെയ്യാം കേട്ടോ. പറയാത്തവര് എന്തായാലും വീഡിയോ ശ്രദ്ധിച്ചൊന്ന് കാണാം. ഓക്കെ, ഒരു കുട്ടി വീഡിയോ ആണ്, അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഫ്രണ്ട്സിനൊക്കെ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഈ ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടല്ലേ നിങ്ങൾ? ഇദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. ഓക്കെ, ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ആരാണെന്ന് മനസ്സിലായവർ എന്ത് ചെയ്യുക? നമ്മുടെ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് താഴെ കോമന്റ് ബോക്സിൽ ഒന്ന് കോമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് പിക്ചേഴ്സ് ഇവിടെ കാണാൻ പറ്റും അല്ലേ? നമ്മുടെ കഥകളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന, അക്ഷരങ്ങളുടെ സുൽത്താൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് ഇദ്ദേഹം. ഓക്കെ, യെസ്, വൈക്കം മുഹമ്മദ് ബഷീർ എന്നാണ് പേര്. ഓക്കെ, വൈക്കം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ വൈക്കത്ത് ജനിച്ചിട്ടുള്ള ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കഥകളുടെ സുൽത്താൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. ഓക്കെ, അപ്പൊ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ നോക്കി ചിലപ്പോൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ചില കൃതികളുടെ പേരൊക്കെ, കഥകളുടെ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി വലിയ ക്ലാസ്സിലൊക്കെ ആവുമ്പോൾ, കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ നമുക്ക് ഇദ്ദേഹത്തിന്റെ കുട്ടി കുട്ടി സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം പഠിച്ചു പോകല്ല, അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വായന തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതാറുള്ളത്. കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, നല്ല സിമ്പിൾ ആയിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന സ്റ്റോറീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകതയാണ് കേട്ടോ മിസ് പറഞ്ഞത്. മിസ്സിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് വൈക്കം മുഹമ്മദ് ബഷീർ. കാരണം എന്താണെന്നറിയോ? നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, വളരെ ലളിതമായ ഭാഷയിലാണ് അദ്ദേഹം എഴുതാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വേഗം കാര്യങ്ങൾ മനസ്സിലാവും. അത് മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്, അദ്ദേഹം കുറെ കോമഡിയൊക്കെ ചേർത്തിട്ട് എഴുതാറ്. ഹാസ്യം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു എഴുത്തുകാരനായിരുന്നു ആര്? നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ നമുക്ക് ഇടയ്ക്കൊക്കെ കഥയൊക്കെ വായിക്കുമ്പോൾ എന്താണ്, പൊട്ടിച്ചിരിക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ നല്ല ചിരിയോടുകൂടെ ഒരു പുസ്തകം വായിച്ചു തീർക്കുക എന്ന് പറയുമ്പോൾ രസമുള്ള കാര്യമല്ലേ? അങ്ങനെ ഒരു കാര്യത്തിന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു എഴുത്തുകാരന്റെ പുസ്തകം ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. മനസ്സിലായോ? അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം ഇന്ന് ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിവസമാണ്. അദ്ദേഹത്തെ പറ്റി അറിയില്ലെന്ന് പറയുന്നത് മോശക്കേടാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? വേഗം തന്നെ അദ്ദേഹത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, റെഡി? അപ്പൊ നോക്കിക്കേ, വൈക്കം മുഹമ്മദ് ബഷീർ, ആ പേരിൽ തന്നെ ഉണ്ട്, വൈക്കത്താണ് ജനിച്ചതെന്ന് മനസ്സിലായി അല്ലേ? വൈക്കം ഏത് ജില്ലയിലാണെന്ന് അറിയോ? അറിയുന്നവരൊന്ന് നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, യെസ്, അപ്പം വൈക്കം എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലാണ് കേട്ടോ. യെസ്, മലയാള നോവലിസ്റ്റ് ആയിരുന്നു. ആരായിരുന്നു? നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളത്തിൽ കുറേ നോവലൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ കഥാകൃത്ത് നമ്മൾ പറഞ്ഞല്ലേ, നല്ല സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയും കൂടിയായിരുന്നു കേട്ടോ. ഉപ്പ് സത്യാഗ്രഹത്തിനൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഉപ്പ് സത്യാഗ്രഹം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉപ്പിന് വേണ്ടിയിട്ടുള്ള സമരമൊക്കെ നടത്തുന്നത് അല്ലെ? ആ സമരത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ജയിലിലൊക്കെ പെട്ടു, അതുപോലെ തന്നെ കുറേ മർദ്ദനത്തിനിരയായി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം വീട് വിട്ട് എറണാകുളത്ത് പോയി, പിന്നെ അങ്ങനെ കുറേ യാത്രകളൊക്കെ ചെയ്ത്, കുറേ പത്രങ്ങളിലൊക്കെ എഴുതി, അങ്ങനെയാണ് വലിയൊരു എഴുത്തുകാരനായത്. അദ്ദേഹം ഗാന്ധിജിയെ നേരിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ കുറേ പ്രത്യേകതകളുണ്ടെന്ന് മനസ്സിലായില്ലേ? കുറേ അനുഭവങ്ങളുള്ള ഒരു എഴുത്തുകാരനായിരുന്നു. ആ അനുഭവങ്ങൾ നമുക്ക് അയാളുടെ കഥകളിലും അദ്ദേഹത്തിന്റെ കഥകളിലും കാണാനായിട്ട് സാധിക്കും. ഇനിയോ ബേപ്പൂർ സുൽത്താൻ എന്നാണ് കേട്ടോ അറിയപ്പെട്ടിരുന്നത്. എന്താണ്? ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെട്ടിരുന്നു. അതാണ് മിസ് ആദ്യം പറഞ്ഞ, കഥകളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്നു, അക്ഷരങ്ങളുടെ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നു, ബേപ്പൂർ സുൽത്താൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ആരാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത്? വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. ഇനി അദ്ദേഹം ജനിക്കുന്നത് 21 ജനുവരി 1908 തലയോലപ്പറമ്പ്, വൈക്കം, കോട്ടയം ജില്ല. കോട്ടയം ജില്ലയിലുള്ള വൈക്കം, അവിടെ തലയോലപ്പറമ്പ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ജൂലൈ 5 ഇന്നത്തെ ഒരു ദിവസം എന്താ പ്രത്യേകത? അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണെന്ന് പറഞ്ഞു. ഓർമ്മ ദിവസം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരണമടഞ്ഞിട്ടുള്ള ഡേറ്റ് ആണ് കേട്ടോ. അപ്പൊ മരിച്ചിട്ടുള്ളത് ജൂലൈ 5 1994 ഓക്കെ, ബേപ്പൂരിലാണ് അദ്ദേഹം പിന്നെ ജീവിച്ചത്. അതുകൊണ്ട് കോഴിക്കോട് വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഇദ്ദേഹത്തിന് കുറേ കഥകളുണ്ടെന്ന് മിസ് പറഞ്ഞു. മിസ്സിന് കുറേ ഇഷ്ടമുള്ള എഴുത്തുകാരനാണെന്ന് പറഞ്ഞു. അപ്പം മിസ്സിന് ഇഷ്ടമുള്ള കുറച്ച് കൃതികളും കൂടെ നോക്കാം കേട്ടോ. ഓക്കെ, ഇത് മാത്രമല്ല, ഇനിയുണ്ട് ഒത്തിരി കഥകളുണ്ട്. നിങ്ങൾക്ക് പറ്റുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കണേ. യെസ്, ബാല്യകാല സഖി എന്ന് പറയുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നല്ല രസമായിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു ബുക്കാണ് കേട്ടോ ബാല്യകാല സഖി. പിന്നെ പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ. ഇത് മാത്രമല്ല, ഇനിയുണ്ട് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള
പറഞ്ഞിട്ടുള്ളൊരു ബുക്കുണ്ട്, അതാണ് ഡുപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. ഓക്കെ, ഡുപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. പിന്നെ ആനവാരിയും പൊൻകുരിശും, അതുപോലെ വിശ്വവിഖ്യാതമായ മൂക്ക്, ഇങ്ങനെയുള്ള കുറേ കഥകളും നോവൽസും ഒക്കെ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. അത് മാത്രമല്ല കുറേ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പത്മശ്രീ വരെ കിട്ടിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ആര്? നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ, അപ്പോൾ ബഷീറിനെ പറ്റി മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് തന്നെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾ കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആരുടെ ബുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും? നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങാം കേട്ടോ. കുഞ്ഞു കുഞ്ഞു കഥകളാണ്. ഇതിന് വേണമെങ്കിൽ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ ചേട്ടൻ്റെ അടുത്തോ ചേച്ചിയുടെ അടുത്തൊക്കെ വായിച്ചു തരാനായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി മറന്നു പോകരുത്, ജൂലൈ 5 ഇന്നത്തെ ദിവസം എന്താണ് പ്രത്യേകത? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിവസമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസ് ഒക്കെ വായിക്കാനായിട്ട് നോക്കുക, കഥകളെ ഇഷ്ടപ്പെടുക, എല്ലാവരും വായന ശീലമാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ കോമൻറ്റ് ബോക്സിൽ കുറച്ച് ഗ്രീൻ ഹാർട്ട് ഇട്ടിട്ട് ബഷീർ എന്ന് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.